ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ തന്റെ വില കുറയുമോ എന്ന് പേടിക്കുന്ന ഭർത്താവ്. അതുപോലെ ഭർത്താവിനോട് സ്നേഹം കാണിച്ചാൽ താൻ മോശക്കാരിയാണെന്ന് കരുതുമോ എന്ന് ഭാര്യ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പണ്ട് മുതലേയുള്ള ഒരു നടപ്പു ശീലമാണിത്. യൗവനത്തിൽ അച്ഛനമ്മമാർ എന്തു കരുതും എന്ന പേടി, മധ്യവയസ്സിൽ പേടി മക്കളെ, വാർദ്ധക്യത്തിൽ ഒന്നിനും കഴിയാത്ത അവസ്ഥയും, ഇഷ്ടം പോലെ മിണ്ടിപ്പറയാനും മനസ്സറിഞ്ഞ് തോണ്ടിക്കളിക്കാനും ഇടം കിട്ടാതെ എരിഞ്ഞടങ്ങുന്ന ദാമ്പത്യം. ഭാര്യ ഭർത്താക്കന്മാർ മറ്റുള്ളവർക്കാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അശ്ലീലമായി കാണുന്ന സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. പാർക്കിലോ ബീച്ചിലോ ഷോപ്പിംഗ് മാളുകളിലോ ദമ്പതികൾ കൈകോർത്ത് നടക്കുന്നതും തൊട്ടുരുമ്മി സംസാരിക്കുന്നതും അസഹിഷ്ണുതയോടെ നോക്കിക്കാണുന്നവർ. സ്നേഹം ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. മറ്റൊരാളുടെ സ്നേഹമില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും തന്നെ ജീവിക്കാനും കഴിയില്ല. തനിക്ക് ആരുടെയും സ്നേഹം വേണ്ട എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സ്നേഹം വേണ്ടാഞ്ഞിട്ടല്ല, കിട്ടാഞ്ഞിട്ടാണ്. ജീവിതം എന്ന വാഹനത്തിന്റെ ഇന്ധനമാണ് സ്നേഹം. ആ ഇന്ധനമില്ലെങ്കിൽ വണ്ടി ഒരടി മുന്നോട്ട് പോകില്ല. അതുകൊണ്ടായിരിക്കാം സ്നേഹം എന്ന വാക്കിന് മലയാളത്തിൽ എണ്ണ എന്ന പര്യായം ഉണ്ടായത്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, അല്ലാതെ പെട്ടിയിൽ വെച്ച് പൂട്ടാനുള്ളതല്ല. ഈ തത്വം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതിനു എത്രയോ മുമ്പ് തന്നെ നമുക്കൊരു പെണ്ണ് പറഞ്ഞു തന്നിട്ടുണ്ട്. പുരാണത്തിലെ പാണ്ഡവരുടെ അമ്മയായ കുന്തിദേവി ഉപകാരമില്ലാത്ത സ്നേഹം കഴുതയുടെ കാമം പോലെ നിഷ്പ്രയോജനമാണ് എന്നാണ് അവർ സ്വന്തം മക്കൾക്ക് പറഞ്ഞു കൊടുത്തത്. സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ അതിനൊരു ഭാഷ വേണ്ടേ? ഏതിനും ഉണ്ടാവും അതിൻ്റെതായ ഒരു ഭാഷ. ശരീരഭാഷ, ഹൃദയത്തിന്റെ ഭാഷ എന്നൊക്കെ നാം കേട്ടിട്ടില്ലേ? അതുപോലെ സ്നേഹത്തിനുമുണ്ട് അതിൻ്റെതായ ഒരു ഭാഷ. അതാണ് സ്നേഹഭാഷ അല്ലെങ്കിൽ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്നും സ്നേഹവും പരിഗണനയും ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. അപ്പോൾ പ്രിയപ്പെട്ട പങ്കാളിയിൽ നിന്നും അതൊന്നും കിട്ടാതെ വന്നാലോ? ഒരു വീട്ടിനുള്ളിൽ താമസിച്ചിട്ടും പരസ്പരം മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മാതൃകാ ദമ്പതികളെന്ന് വിളിക്കുന്ന മിക്കവരുടെയും ജീവിതം വരെ മെക്കാനിക്കലാണ്. കടലോളം സ്നേഹമുണ്ടായിട്ടും കടുകുമണിയോളം അത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഭാര്യ നന്നായി ഒന്ന് ഒരുങ്ങി വന്നാൽ നീ സുന്ദരിയാണ് എന്ന് പറയുന്ന എത്ര ഭർത്താക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ അഭിനന്ദിക്കുന്ന എത്ര ഭാര്യമാർ നമ്മുടെ ഇടയിലുണ്ട്. ഓരോ വ്യക്തിയും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ സ്നേഹഭാഷയും വ്യത്യസ്തമായിരിക്കും. 6 മലയാളിക്ക് 100 മലയാളം എന്ന ചൊല്ലുപോലെ ഓരോ ഭാര്യക്കും ഭർത്താവിനും അവരുടേതായിട്ടുള്ള സ്നേഹഭാഷകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഓരോരുത്തരും ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നത് ഓരോ രീതിയിലാണ്. അതുപോലെ പങ്കാളി തിരിച്ചു സ്നേഹിക്കുന്നതും അവരുടെ രീതിയിലായിരിക്കും. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പങ്കാളിയിൽ നിന്നും ഏത് രീതിയിലുള്ള സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്, ആ രീതിയാണ് അവരുടെ സ്നേഹഭാഷ. ഇത് പലർക്കും പലതായിരിക്കും. ചിലരുടെ സ്നേഹഭാഷ സംസാരമായിരിക്കും. ഇത്തരക്കാർക്ക് സ്നേഹം വാക്കുകളിൽ കൂടി തന്നെ കിട്ടണം. ഇടയ്ക്കിടെ സ്നേഹിക്കുന്നു, ഇഷ്ടമാണ് എന്നൊക്കെ കേൾക്കാൻ അവർക്ക് ഏറെ കൊതിയാണ്. ഇങ്ങനെയുള്ളവരെ സംസാരം കൊണ്ട് സ്നേഹിക്കുക. മറ്റു ചിലരുടേത് ശരീരഭാഷയായിരിക്കും. പങ്കാളി അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത്തരക്കാരെ സ്നേഹിക്കേണ്ടത് സംസാര ഭാഷ കൊണ്ടല്ല, സാമീപ്യ ഭാഷ കൊണ്ടാണ്. കഴിയുന്നത്ര അവരുടെ കൂടെ ഉണ്ടാവുവാൻ ശ്രദ്ധിക്കുക. വേറെ ചിലരുണ്ട്, അവർക്ക് ഇടക്കിടക്ക് സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കണം. അവരെ സംബന്ധിച്ച് സ്നേഹത്തിന്റെ അളവുകോൽ പങ്കാളി നൽകുന്ന സമ്മാനങ്ങളാണ്. അവരെ സമ്മാനങ്ങളുടെ ഭാഷയിൽ സ്നേഹിക്കുക. ഇനി ചിലർക്ക് വേണ്ടത് സഹായത്തിന്റെ സ്നേഹഭാഷയാണ്. അവരുടെ ജോലികളിൽ അവരെ സഹായിക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ്. അവർക്ക് ആ ജോലി ഒറ്റക്ക് ചെയ്യാൻ കഴിയാനിട്ടൊന്നുമല്ല. എങ്കിലും
പങ്കാളിയുടെ സാമീപ്യം അവർ കൊതിക്കുന്നു. അവരെ ജോലിയിൽ സഹായിച്ചുകൊണ്ട് സ്നേഹിക്കുക. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, തൊട്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെ സദാസമയവും പങ്കാളിയുടെ സ്പർശനം ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരോട് സ്പർശനത്തിന്റെ സ്നേഹഭാഷയിൽ പെരുമാറുക. പങ്കാളികൾ പരസ്പരം അവരുടെ സ്നേഹഭാഷകൾ അറിഞ്ഞിരിക്കണം. തന്റെ പങ്കാളി തന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാൻ അവർക്ക് കഴിയണം. അതിനനുസരിച്ച് അവരോട് പെരുമാറണം. നാം സ്നേഹിക്കുന്നവരെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മെ സ്നേഹിക്കുന്നവരെയാണ് എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലെ നാം സ്നേഹിക്കുന്നത് പോലെയല്ല, പങ്കാളി പ്രതീക്ഷിക്കുന്നത് പോലെയാണ് നാം അവരെ സ്നേഹിക്കേണ്ടത്. സ്നേഹത്തിന് എവിടെയായാലും ഒരു ഭാഷയേയുള്ളൂ. അതിൻ്റെ പേരും സ്നേഹം എന്ന് തന്നെയാണ്.